പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ചധികം വളകളാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ പെണ്ണുങ്ങൾക്ക് വളകൾ കണ്ടാൽ നമ്മൾ കണ്ണു തള്ളി പോകാണ്ടിരിക്കുമല്ലേ. എൻ്റെ അറിവിൽ ബാംഗിൾസ് ഒട്ടും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഒട്ടും ഇഷ്ടമില്ലാത്ത ബ്രേസ്ലെറ്റ്സും വാച്ചസൊക്കെ മാത്രമേ യൂസ് ചെയ്യുന്നവർ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളകൾ ഒരു കഥകൾ തന്നെയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പൂരാടവാണ്യം എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഉണ്ട്. അത് തിരുവോണത്തിൻ്റെ 2 ദിവസം മുന്നേ. പൂരാടം, ഉത്രാടം, തിരുവോണം. പൂരാടത്തിൻ്റെ അന്ന് ഒരുപാട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കച്ചവടക്കാർ ഓൾഡ് ബ്ലോക്ക്, അതായത് പഴയ ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇതേപോലെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തലുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഞാനും പോവും. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വളകളും കുപ്പി വളകളൊക്കെ വാങ്ങിച്ച് കയ്യിലിട്ടില്ലെങ്കിൽ സമാധാനക്കേടാണ്. പിന്നെ അത് പൊട്ടണവരെ സ്കൂളിലേക്ക് ഇതൊക്കെ ഇട്ടിട്ടായിരിക്കും കേട്ടോ പോവുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല അധ്യായങ്ങളാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രഷ് ഫീലാണ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ചില ടൈമിലൊക്കെ ആലോചിക്കും 2-3 കളറൊക്കെ കുപ്പിവള കയ്യിലിട്ട് പോയിരുന്നത് എന്തൊരു ബോറായിരുന്നു എന്ന്. ഞാൻ കുറച്ച് പച്ച, കുറച്ച് ചുവപ്പ്, കുറച്ച് വെള്ള, അങ്ങനെ 3 കളറിലൊക്കെ ആക്കിയിട്ടൊക്കെയാണ് ഇട്ടിട്ട് പോയിരുന്നത്. ഇതിപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓർമ്മ പുതുക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ട് കേട്ടോ. ആദ്യമായിട്ട് ഉപ്പാടെ കൂടെ പൂരാടവാണ്യത്തിന് പോയ ടൈമിൽ എനിക്ക് വലിയൊരു കാഴ്ച തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം കച്ചവടക്കാർ, വളക്കച്ചവടക്കാർ, ശർക്കര കച്ചവടക്കാർ, അതുപോലെ നമ്മുടെ സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ വെക്കുന്ന കച്ചവടക്കാർ, പിന്നെ നമ്മൾ ഉടയണ മൺപാത്രങ്ങൾ വെക്കുന്ന കച്ചവടക്കാർ, അങ്ങനെ മലയാളി തനിമ ഇത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നു. അത്ര അടിപൊളിയായിട്ടുള്ള കുറേ കച്ചവടക്കാർ അവിടെ ഉണ്ടാവും, കൈനോട്ടക്കാർ. അപ്പോൾ ഇതെല്ലാം കണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ രസമുള്ളൊരു കാര്യം കേട്ടോ. ഉപ്പാടെ കയ്യും പിടിച്ച് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഞങ്ങൾ നടക്കും. ഉപ്പെന്താ പറഞ്ഞ എല്ലാം ഇപ്പം വാങ്ങിത്തരും ചേട്ടോ, വളകളായിക്കോട്ടെ. അന്ന് ഈ പൂമ്പാറ്റ പോലെ പറന്നു പോയെന്നൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ ക്ലിപ്പ് പലതരം കളറിലുള്ളതൊക്കെ അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഈ കാഴ്ചകളൊന്നും പോകാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കൃഷ്ണേട്ടനുണ്ട്, ഉപ്പാടെ പണിക്കാരനാണ്. കൃഷ്ണേട്ടൻ ഉപ്പാടെ കൂട്ടുകാരനെ പോലെ തന്നെയാണ്. കൃഷ്ണേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണേട്ടൻ പൂരാടവാണ്യത്തിന് പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നും കൂടി കൊണ്ടുപോകുമെന്ന് വെച്ചപ്പോൾ മൂപ്പരെ കയ്യിൽ സൈക്കിളാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് സൈക്കിൾ എത്താനുള്ളൊരു ദൂരമേ ഉള്ളൂ. സൈക്കിളിൽ ഒരു പോക്കും കൂടി പോയി. അങ്ങനെ മൂപ്പര് മുടിക്കായ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് അവിടുന്ന് പിന്നെയും വാങ്ങി തന്നെ, ഹെയർ ബാൻഡൊക്കെ വാങ്ങി തന്നെ. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വന്നത്. അന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണേ. ഇതേപോലത്തെ ഒരു കാഴ്ച പിന്നെ കാണണമെങ്കിൽ പൂരക്കാലം വരണം. പൂരക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പൂരങ്ങളുണ്ട്. അതായത് ശുകൂപുരം അമ്പലത്തിലെ പൂരം, അതുപോലെ തന്നെ നമ്മുടെ തലമുണ്ട അമ്പലത്തിലെ പൂരം, പൊറൂക്കാവ് അമ്പലത്തിലെ പൂരം, കോട്ടക്കൽ അമ്പലത്തിലെ പൂരം, ഇതെല്ലാം ഒരു കാഴ്ചയെങ്കിലും ഒരു തവണെങ്കിലും തലേ ദിവസവും പിറ്റേ ദിവസവും ഉപ്പാടെ കൂടെ നിർബന്ധമായിട്ട് ഞാൻ പോവും. അന്ന് ഉപ്പാടെ കൂടെ പോയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ സാലിക്കാൻ്റെ കൂടെയാണ് പോവല്. സാലിക്കാനോട് ഇങ്ങനെ എന്നൊന്ന് സ്ഥലത്ത് കൊണ്ടുപോകും, എനിക്കിതൊക്കെ കാണാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം കാണിച്ചു തരും കേട്ടോ.